ഇപ്പം ഏതൊരു നമ്മുടെ വിനീതിൻ്റെ പടത്തിൽ നെവിയും പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവിട്ട് വന്നാന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു യാത്ര വളരെ വലുതാണ്. അത് അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്, സന്തോഷത്തിന്റെ അളവ് കൂടുതലാണ്. നമുക്ക് കിട്ടുന്ന അച്ചീവ്മെന്റ്സിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ അളവ് വളരെ കൂടുതൽ. പുറത്ത് പറഞ്ഞാലും ഒന്നും ഇല്ലെന്നേ, 4 കമന്റ് പാവെന്ന് പറഞ്ഞ് വരുന്നതല്ലാതെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്. ഞാൻ പണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല, കുറച്ചൊക്കെ ചെറുപ്പത്തിൽ കഷ്ടപ്പെടുന്നതല്ലാണോ ഒരാള് പെട്ടെന്ന് നമുക്ക് പവർ ഉണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാവുമല്ല ചെയ്യുന്നത്, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റി തുടങ്ങുമ്പോഴാണ് നമുക്ക് പവർ ഉണ്ടാകുന്നത്. നിങ്ങൾ 10 കിലോയുടെ കട്ടി ആദ്യം എടുക്കുമ്പോൾ പറ്റാത്തതും പിന്നെ എടുക്കുമ്പോൾ പറ്റുന്നതും ഈ 10 കിലോ കുറഞ്ഞതുകൊണ്ടല്ല, നിങ്ങൾക്ക് ശക്തി വെച്ചതുകൊണ്ടാണ് നമുക്ക് ആ ശക്തി വരുന്നത്. ആ പ്രശ്നമൊക്കെ മിക്കതുകൊണ്ട് ലൈഫ് അങ്ങനെയാണ്. നമ്മളൊരു ബോക്സിങ് മത്സരത്തിൽ ഒരു ഇടി കിട്ടിയിട്ട് ഒരുത്തം മറ്റവൻ എന്നെ ഇടിച്ചു എന്നൊക്കെ പരാതി പറയാറില്ലല്ലോ. അത് ആ ഇടി ജീവിതത്തിലുള്ളതാണ്, അതും കൂടെ ചേർത്തതാ ജീവിതം. ഇടിയും പണിയും പാലിവെപ്പുകളും ഉപദ്രവങ്ങളും ചെയ്യാത്ത കാര്യങ്ങൾ പറയലും അപവാദം പറച്ചിലും സങ്കടപ്പെടുത്തലും ഒഴിവാക്കലുകളും പരിഗണിക്കലുകളും സമ്മാനം കിട്ടലും ഒക്കെ ഇതെല്ലാം കൂടെ കൂടിയതാണല്ലോ. ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ അപമാനം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, വെള്ളത്തിൽ പറയുന്ന പോലെ. അതുപോലെ അതാണ് ജീവിതം അല്ലേ? അതൊക്കെ അന്ന് അപമാനിക്കപ്പെടാനുള്ളതൊക്കെ നമ്മുടെ ഉണ്ടെന്നേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എല്ലാരും അങ്ങനെയൊക്കെ. അതുകൊണ്ട് നന്നായി, നന്നായത് കൊണ്ട് നന്നായി, അതുകൊണ്ട് നന്നായി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നന്നായവന്റെ കഥയല്ലേ കേൾക്കുന്നുള്ളൂ. അധ്വാനങ്ങളൊക്കെ പെട്ടിട്ടും ഇതുപോലെയൊക്കെ തന്നെ കഷ്ടപ്പെട്ടിട്ടും ഒക്കെ എത്തിപ്പെടാൻ പറ്റാത്ത. അതായത് ചിലര് ഒരു പരാജയത്തിൽ നിന്ന് ചിലർ പഠിക്കും, ചിലർ നമുക്ക് നമ്മുടെ എതിരെ നിൽക്കുന്നവൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് കുറച്ച് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ പരിണാമത്തിൽ എവിടെയാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആയത്, എങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്, ഏത് തിയറിയിലാണ് ഇവനിപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത്, എന്ത് തിയറി കൊണ്ടാണ് ഇവനിപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത്, എന്ത് തിയറി കൊണ്ടാണ് ഇവൻ എന്നെ ചീത്ത വിളിച്ച് കമന്റ് ഇട്ടെങ്കിൽ ഇതിനൊക്കെ ഒരു തിയറി ഉണ്ടല്ലോ, ഞാനിവനെ അറിയത്തില്ലല്ലോ. എന്നിട്ട് അവൻ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം, എനിക്ക് ആ കാരണം പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ എന്തിനായിരിക്കും ഇവൻ എന്നെ ചീത്ത വിളിച്ചതെന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്കറിയാം അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്നും അവനത് ചെയ്യുമെന്നും. പിന്നെ നമ്മൾ പേഴ്സണലായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, അതൊന്നും എടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്ത്. പക്ഷെ ഈ നെഗറ്റീവ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ഫോട്ടോ ഇട്ടു, 10 പേര് ഗുഡ് 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 എന്നിട്ടു, 9 ഒരുത്തൻ എടാ വട്ടി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ അവന്റെ പ്രൊഫൈൽ പോയി നോക്കാനും അവന് മറുപടി കൊടുക്കാനും അവന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇട്ട് അവനെ ചീത്ത വിളിക്കാനും നമ്മൾ 10, 9 നല്ലത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. നമ്മൾ നെഗറ്റീവ് ഫസ്റ്റ് പിടിക്കും. അങ്ങനെ ഓൺലൈനിന്റെ ഒക്കെ ഹെഡിങ് എപ്പോഴും അങ്ങനെ നെഗറ്റീവായിട്ട് എഴുതുന്നത് അതുകൊണ്ട് അതേ നമ്മൾ പിടിക്കും. അത് നമുക്ക് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അതേ ഉള്ളൂ. ഞാൻ മറ്റേ 9 പിടിച്ച് സന്തോഷിച്ചങ്ങ് പോവുള്ളൂ. പിന്നെ അവനൊരു സന്തോഷം ഉണ്ടല്ലോ നമ്മളെ ചീത്ത വിളിക്കുമ്പോ. പിഷാരടി പക്ഷെ വേറെ കാര്യമുണ്ടല്ലോ, എന്താ കൗണ്ടർ അടിക്കുന്നതിലും മിടുക്കനാണല്ലോ. ചിലപ്പോ പിഷാരടി ഇപ്പൊ ഈ ഇന്റർവ്യൂല് എനിക്ക് 2 കൗണ്ടർ അടിച്ചാൽ ചിലപ്പോൾ എനിക്ക് പോലും മനസ്സിലാക്കാറില്ല, പക്ഷെ കാണുന്നവർക്ക് മനസ്സിലാവും. അതൊക്കെ ഈ വരവിൽ സൗഹൃദങ്ങളുള്ളിടത്തും അങ്ങനെയൊക്കെ പറയുള്ളൂ. ഞാൻ വെറുതെ പറയുന്നിടത്ത് പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്. ഞാൻ കൗണ്ടർ അടിച്ച് നിങ്ങൾ കാണുന്ന പല സ്ഥലവും എന്നെ അതിനുവേണ്ടി പ്രതിഫലമായി പണം തന്ന് വിളിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നത്, TV നിൽക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് തമാശ എടുക്കണമെങ്കിൽ ഒരു ചെറിയ ലൈറ്റ് മനസ്സ് വേണം. ഞാൻ മനോരമ ഇരുന്ന പരിപാടിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവറും കൂടെ ഒരിക്കൽ പോയി. അപ്പോൾ ഫ്രണ്ടിലൊരു മുള കണ്ടു, മുളന്തുരുത്തി ഭാഗത്ത്. ഇവൻ ട്രെയിൻ പോട്ടെ എന്ന് പറഞ്ഞ് കുറേ നേരം നിർത്തിയിട്ടു. അവിടെ തന്നെ കിടന്നു. ഒരു 3 മണിക്കൂർ അല്ല 3.25 മണിക്കൂർ എണ്ണീറ്റ് വെക്കുമ്പോൾ അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതൊരു ലെവൽ ക്രോസ് ഒന്നും അല്ല, അതൊരു കുഞ്ഞി ടോള. ഒരു മുള വെച്ചിട്ട് ഒരാൾ ആ സൈഡിൽ കസേരയിട്ട് ഉറങ്ങുന്നുണ്ട്. അയാൾക്കൊരു 3 രൂപ കൊടുത്താൽ ഇത് പൊക്കിത്തരും, കടന്നു വിടാൻ. ഇവൻ ട്രെയിൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ 3/4 മണിക്കൂർ കിടന്നു. അപ്പം അതിങ്ങനെ റീല് വരുമല്ലോ. അപ്പം ഞാൻ എൻ്റെ കമന്റ് നോക്കിയപ്പോൾ എറണാകുളത്ത് എവിടെയാണ് 3ന്റെ ടോൾ ഇവൻ തള്ളുകയാണ്. ഇത്രയും നേരം അതിന്റെ പുറകിൽ വണ്ടികളൊന്നും വന്നില്ലേ? മുളന്തുരുത്തിയിൽ എവിടെയാണ് ടോൾ ഉള്ളത്? ഇവന്റെ തള്ളാണ്. ശരിക്കും ഒരു 15 കൊല്ലം മുമ്പ് നടക്കാവിനും മുളന്തുരുത്തിയുടെ ഇടയിൽ ഒരു ടോൾ ഉണ്ടായിരുന്നു. അത് 3 രൂപ ടോൾ ആയിരുന്നു. അതിലെ രാത്രി ഒരുപാട് വണ്ടികൾ പോകാറില്ല. അത് സത്യമാണ്. ഇനി ഇത് നുണയാണെന്നിരിക്കട്ടെ, നുണയാണെന്നിരിക്കട്ടെ, ഒരു ചിരി 2 ചിരി ബമ്പർ ചിരി എന്ന് പേരിട്ട ഒരു തമാശ പരിപാടിയിൽ ഞാൻ ചെന്നിരുന്ന് പറഞ്ഞ ഒരു കഥയുടെ ലോജിക് അന്വേഷിച്ച് അവിടെ ഉണ്ടോ 3 രൂപയ്ക്ക് വണ്ടി വന്നു, ഇവൻ എങ്ങനെ സന്തോഷിക്കും? ആ പരിപാടി എന്താണ്? അവിടെ എന്തിനാണ് ഞാൻ പോയിരിക്കുന്നത്? അതെന്താണ് അവിടെ ചെയ്യുന്നത്? അല്ലേ?
നിങ്ങളുടെ പാട്ട് ആസ്വദിക്കാൻ പറ്റുമോ? അതിന്റെ ലോജിക്കുകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ പാട്ടിലെ വരികൾ കേട്ടിട്ട് ഈ വരി ഇതെങ്ങനെ ഈ വരി ഇങ്ങനെ സംഭവിക്കുമോ, ഇത് അങ്ങനെ പോകുമോ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അപ്പൊ അതിനൊക്കെ നമുക്കൊരു നമ്മുടെ മനസ്സിനെ അത് സ്വീകരിക്കാൻ തയ്യാറാക്കി ഇടുന്നിടത്താണ് നമ്മൾ ഹാപ്പി ആവുന്നത്. അല്ലെങ്കിലോ ഇവനൊക്കെ ചെന്ന് ഇങ്ങനത്തെ കഥ പറയുന്നതാണല്ലോ ദൈവമേ ഇവിടുത്തെ പരിപാടി എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ടി വരും. അതായത് ഈ കോമഡി ഷോയിൽ പോയിട്ട് മസിൽ പിടിച്ചിരിക്കുന്ന പരിപാടി അല്ലേ? നർമ്മം കാണുമ്പോൾ, നർമ്മം വരുമ്പോൾ പ്രതിരോധിക്കുന്ന പരിപാടി. കോമഡി ഷോയിൽ പോയി മസിൽ പിടിച്ചിരിക്കുകയല്ല, ഒരു നർമ്മം പറയാണ്. ഈ നർമ്മത്തെ നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചും അല്ലാതെയും പ്രതിരോധിക്കുക. ഇതിന് എന്നെ ചിരിപ്പിക്കാൻ പറ്റില്ല, ഈ നർമ്മത്തിന് എന്നെ, കാരണം ഇതിനകത്ത് ഇന്ന അങ്ങനെയല്ല. ഞാൻ തിരിച്ചാ ചിന്തിക്കുന്നത്, എനിക്ക് ഇത്ര പോലും വേണ്ട. തൊട്ടങ്ങണതിന് മുമ്പ് ഞാൻ ചിരിക്കാൻ അങ്ങ് റെഡിയാവും. എന്തായാലും കിട്ടുമോ എന്ന് ഓർത്തിട്ട് അതിന്ന് ചിരിക്കാൻ ഞാൻ അങ്ങ് റെഡിയാവും. ഞാൻ അതിൽ ചിരിക്കും. അങ്ങനെയാണ് എനിക്കൊക്കെ സന്തോഷം കിട്ടുന്നത്. ഞാൻ അതിന്റെ ലോജിക്കൊന്നും ആലോചിക്കാറില്ല. അവന് തമാശ പറഞ്ഞല്ലേ, അത് കേട്ടു ചിരിച്ചു. പക്ഷേ ഈ മാതിരി തമാശ ഇതെല്ലാം കഥകളല്ല. അതുകൊണ്ടാണ് എനിക്ക് കഥയായിരുന്നു. ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥകളാണെങ്കിൽ ഇത്രയും ഓർക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന് എത്ര കഥ ഓർക്കാൻ പറ്റും? ഒരു പരിധിയില്ലേ. ഇത് എല്ലാം ഏകദേശമൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞു പോയത് ഒരു കഥയാണെന്ന ബോധ്യം പലർക്കും കിട്ടുന്നില്ല. എനിക്കിത് കറക്റ്റ്, ഇത് ഇപ്പൊ കഴിഞ്ഞതൊരു കഥയാണ്. ഇതിനകത്ത് ഇന്ന സാധനമുണ്ട്, ഇന്നത് കിട്ടിയിട്ടുണ്ട്, അത് ഫീഡാവും. പിന്നെ എനിക്ക് 95 തൊട്ട് ഡയറി എഴുതുന്ന ശീലമുണ്ട്. എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ എനിക്ക് ഡയറിയിൽ എഴുതുന്നുണ്ട്. ഡയറി ഉണ്ട്, അത്ര ഡയറികളുണ്ട് എൻ്റെ. ഇതെടുത്തൊക്കെ വായിക്കുമ്പോൾ പല സാധനവും വീണ്ടും കിട്ടും. അയ്യോ ആ സാധനം ഇതിനകത്തൊരു കഥ ഉണ്ടായിരുന്നല്ലോ, ഇതിൻ്റെ ഒരു കഥയുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കഥ കിട്ടും എനിക്ക്. അങ്ങനെ കിട്ടുന്നതാണ്. അതിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇപ്പം കഴിഞ്ഞു പോയതിനകത്ത് ഒരു ഇനമുണ്ട്. ഈ നടന്ന സാധനം ഒരു കഥ. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഇന്റർവ്യൂവിന് പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ വരാം. എനിക്ക് ഇവിടുന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടാവും. അത് ഞാൻ ഇപ്പം പറയത്തില്ല, പക്ഷെ എനിക്ക് കിട്ടും. അതാണ് അതിൻ്റെ രസം. ഒരു പക്ഷേ ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ അതിനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുമോ എന്നറിയില്ല. പക്ഷെ മലയാളികളുടെ കപിൽ ശർമ്മ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കോംപ്ലിമെന്റ് ആണോ? അതൊരു കപിൽ വരുന്നതിന് 20 വർഷം മുമ്പ് ഞാനുണ്ട്. പിന്നെ അവൻ വലുതായുണ്ട്. ശരിക്ക് ഹിന്ദിക്കാരുടെ പിഷാരടിയാണ് കപിൽ ശർമ്മ. നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഹിന്ദിക്കാരുടെ പിഷാരടിയാണ് കപിൽ ശർമ്മ. അങ്ങനെയും നമുക്ക് പക്ഷേ അയാള് ഡയറക്റ്റും ചെയ്തിട്ടില്ലല്ലോ. എന്തോ ഇല്ല, അഭിനയിച്ചിട്ടുണ്ട്. ഒരു വലിയ ഭാഷയിലുണ്ട്. ഡയറക്ടർ അല്ലല്ലോ. ആണ് അതല്ല. ഞാൻ പിന്നെ അവിടുത്തെ ഒരു വിറ്റുന്നു, അവിടുത്തെ സാധനം എന്ന് പറയുന്നത് ഇപ്പം ആ പരിപാടിയിലൊക്കെ അദ്ദേഹം ഒരു തമാശ പറഞ്ഞാൽ സിദ്ധു എതിരെ ഇരിക്കുന്ന ആളോ അത് നല്ലതാണ്, സൂപ്പറാണെന്നാണ് പറയുന്നത്. പ്രോത്സാഹിപ്പിക്കും. ഞാൻ മലയാളീകരിക്കുമ്പോൾ ഞാനൊരു തമാശ പറഞ്ഞ മുകേഷ് ഏട്ടൻ എന്തോന്നാടെ ഇത്, ഞങ്ങൾ അങ്ങനെയായിരുന്നു അതിനെ പാക്ക് ചെയ്തത്. അതാണ് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാല്, കൂട്ടുകാര് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യസ്തരായ കൂട്ടുകാരാണ്. ഒരു ഭാഗത്ത് ധർമ്മജൻ, മറ്റു ഭാഗത്ത് മമ്മൂട്ടി. ഇവർ രണ്ടുപേരും നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്താൽ ഒരു സമയം കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട് ആളുകള്. ഇവരുടെ ഇപ്പൊ ഞാനും മമ്മൂക്കയും നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇവൻ മമ്മൂക്കയുടെ കൂടെ നടക്കുന്നത്, അല്ലെ മമ്മൂക്ക എന്തിനാണ് ഇവനെ കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫൈലുമായിട്ട് എൻ്റെ പ്രൊഫൈലിനെ താരതമ്യം ചെയ്യുന്നതുകൊണ്ടാണ്. അദ്ദേഹം എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ അറിയാവുന്ന വലിയ അംഗീകാരങ്ങളുള്ള അനുഭവ സമ്പത്തുള്ള മഹാനായൊരു നടനും അതൊന്നുമില്ലാത്ത ഞാനും എന്ന് പറയുന്ന കോമ്പിനേഷൻ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്, അത് അദ്ദേഹത്തിന് പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. ആ കോമ്പിനേഷൻ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ അതെന്തിനാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം ഞാനെന്തോ സുഖിപ്പിക്കാൻ അങ്ങനെ ചിന്തിക്കുന്നത് അവരങ്ങനെയാന്ന് ചിന്തിക്കുന്നില്ല. അവരങ്ങനെയൊന്നും അല്ല, സുഖിപ്പിച്ചാലൊക്കെയാണ് അതൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലെന്നേ. ഞാനത് പറഞ്ഞു, സൂചിപ്പിക്കാനോ സിനിമയിൽ അഭിനയിക്കാനുള്ള കൊതിയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത് 2 പടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല. അതിനെന്നോട് ആരെങ്കിലും ചോദിക്കുമോ നിനക്കൊരു നീ എന്തിനാ ഇതിൽ അഭിനയിച്ചെന്ന്? എനിക്ക് അതിൽ ചെയ്യാമല്ലോ, അത് ചെയ്തിട്ടില്ലേ. ഇത്രയും കാലത്തൊരു ഗ്രോത്തിൽ, പ്രൊഫഷണൽ ഗ്രോത്തിൽ ഏറ്റവും കടപ്പാടുള്ളത് സലീം കുമാറിനോടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ, പഠിച്ച കാലത്തൊക്കെ അത്യാവശ്യം കുരുത്തക്കേടുള്ള ഒരു കുട്ടിയായിരുന്നു കാണുമല്ലോ. ആണ്. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെ നീ ഒരിക്കലും നന്നാവില്ല എന്നുള്ള രീതിയിലുള്ള വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറയോ, ശപിക്കുകയോ? ഇല്ല. പറഞ്ഞു നീയൊക്കെ ഇതിനാണോ പഠിക്കുന്നത്? അങ്ങനെയൊന്നും ശപിച്ചിട്ടൊന്നുമില്ല. ഇല്ല. തല്ലിയിട്ടുണ്ടോ? കുറവാണ്.
ഞാനേ കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അത്യാവശ്യം പാസ് മാർക്കും തിരക്കേടില്ലാത്ത പരിപാടികളൊക്കെ കിട്ടുമായിരുന്നു എനിക്ക്. അതെ, അതൊക്കെ ഉണ്ട്. ഞാൻ കുരുത്തക്കേടുണ്ടെങ്കിലും ഈ കുരുത്തക്കേടിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ക്രൈമൊന്നും അല്ല ചെയ്യുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സെറ്റപ്പുകളൊക്കെ ചെയ്യും. അല്ല, ക്ലാസ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുക, ക്ലാസിന്റെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, ചീത്ത പറയുന്നതിനൊക്കെ. ഭക്ഷണം കഴിച്ചു അതൊന്നും പിടിക്കപ്പെട്ടിട്ടൊന്നുമില്ല, ഞാനിപ്പോ പറയുന്നല്ലേ ഉള്ളൂ. ക്ലാസ് റൂമിലിരുന്ന് ഭക്ഷണം കഴിച്ചതൊന്നും അങ്ങനെ പിടിക്കപ്പെട്ട കേസൊന്നുമല്ല. പിന്നെ ചില സാധനങ്ങൾ ഇപ്പം ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ, അച്ഛൻ്റെ സ്കൂൾ എന്ന് പറയും, അവിടെ പഠിക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വെള്ളൂർ പേപ്പർ കമ്പനിയും അവിടുത്തെ CASFന്റെ വലിയ ഒരു ക്യാമ്പും ഉണ്ട്. കമ്പി വെട്ടി തിരിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ട് ടെറസ് പാസ് ചെയ്ത് കയറരുത്. അവിടെ അന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉള്ള പോലത്തെ തണുത്ത വെള്ളം കിട്ടുന്ന സാധനമുണ്ട്. ഞെക്കിയ നൂല് പോലെ വരുന്ന സാധനമുണ്ടല്ലോ. അപ്പം തണുത്ത വെള്ളം ഭയങ്കര ഡിമാൻഡ് ഉള്ള സാധനമാണ്. നമുക്ക് അന്ന് ഫ്രിഡ്ജുള്ള വീടൊക്കെ കുറവല്ലേ എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടില്. അപ്പൊ ഉച്ചയ്ക്ക് കുപ്പിയായിട്ട് ഈ കമ്പിവേലിയുടെ അടിവഴി നൂണ്ട് കയറി അവരുടെ ക്യാമ്പിൽ കയറി ഈ തണുത്ത വെള്ളം എടുക്കും. ഈ തണുത്ത വെള്ളം മോഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലിയുണ്ട്. അപ്പൊ ഒരു ദിവസം മോഷ്ടിച്ച് പിടിക്കപ്പെട്ടു. അപ്പൊ പിടിക്കപ്പെട്ടൊരു ഹിന്ദിക്കാരൻ എന്നോട് പിടിച്ചിട്ട് നാം കേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ പേര് മാ വെച്ചുള്ളൊരു തെറി പറഞ്ഞു അയാളോട്. ഇതാണ് എൻ്റെ പേര്, ഒരു ഇനീഷ്യൽ ഇട്ട് പറഞ്ഞു, PK എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിക്കോ ഏതാ ക്ലാസ് എന്ന് ചോദിച്ചു. 8C പറഞ്ഞു കൊടുത്ത്. ഉച്ച കഴിഞ്ഞപ്പോൾ ഈ CSFകാരൻ സ്കൂളിൽ വന്നേക്കുക. നിങ്ങളുടെ 8C പഠിക്കുന്ന PK ഇന്നവൻ അവിടെ വന്നെന്ന് ചോദിച്ചിട്ട് ഹിന്ദിക്കാരൻ, സാറിന്റെ എന്ത് പേരാണ് ഇങ്ങനെയുള്ളവനെ, ഇങ്ങനെ പേരുള്ളൊരു കൊച്ചി സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന് CSFകാരനോട്. CSFകാരൻ പറഞ്ഞ ഞാൻ അവനെ പിടിച്ചു, PK ഇന്നവൻ അവൻ വന്നു എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ചതികൾ അതിലൊക്കെ നമ്മൾ പിടിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം അസംബ്ലിയിൽ എന്നെ തൊട്ടാരും അവിടെ പോകരുത് എന്ന് സ്കൂള് പറയുന്നു എന്നൊക്കെ നമുക്കറിയാം. കേസിതാണോ മിണ്ടാണ്ടേക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള വൃത്തിക്കേടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കോളേജിലോ